മദ്യവിതരണം നടത്തുന്ന കമ്പനികളിൽ നിന്നും കൺസ്യൂമർ ഫെഡിന് ലഭിക്കേണ്ട ഇൻസെന്റീവ് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക തിരിമറി. 28 കോടി രൂപയാണ് കൺസ്യൂമർ ഫെഡിന് 2010 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ നഷ്ടമായത്. ആഭ്യന്തര അന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 125-ലധികം കമ്പനികളാണ് കൺസ്യൂമർ ഫെഡിന് മദ്യം വിതരണം ചെയ്യുന്നത്. എന്നാൽ ഏതാനും കമ്പനികളുടെ ഇൻസെന്റീവ് തുക മാത്രമാണ് കൺസ്യൂമർ ഫെഡിന്റെ അക്കൗണ്ടുകളിൽ എത്തിയത്. 2010 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് വൻ വെട്ടിപ്പ് വെളിവായത്. മദ്യവിതരണ കമ്പനികളുടെ ഇൻസെന്റീവ് തുക ചെന്നെത്തിയത് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്കാണ്. 2004-2005 സാമ്പത്തിക വർഷത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള മദ്യവിൽപ്പന 235 കോടി രൂപയുടേത്. ആ സമയം ലഭിച്ച ഇൻസെന്റീവ് 51 ലക്ഷം രൂപയാണ്. എന്നാൽ 2010-2011 വിൽപ്പന നടന്നത് 597 കോടി രൂപയ്ക്ക്. ഇൻസെന്റീവ് ലഭിച്ചതാകട്ടെ കേവലം 6 ലക്ഷം രൂപ. തുടർന്നുള്ള വർഷങ്ങളിലും സ്ഥിതി ഇതുതന്നെയാണ്. എന്നാൽ കൺസ്യൂമർ ഫെഡ് MD ആയി ടോമിൻ തച്ചങ്കരി ചാർജ് എടുത്ത ശേഷമുള്ള 3 മാസം കൊണ്ട് ഇൻസെന്റീവായി ലഭിച്ചത് 18 ലക്ഷമാണ്. ഇതേ തുടർന്നാണ് അന്വേഷണം നടന്നത്. R. ജയകുമാർ, സുജിതകുമാരി എന്നിവർ വിദേശ മദ്യ വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന കാലത്താണ് സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് ഇൻസെന്റീവ് തുക മറിഞ്ഞത്. ഇതിന് കൂട്ടുനിന്നത് മുൻ MD റിജിജി നായരാണെന്നും കണ്ടെത്തലുണ്ട്. കൺസ്യൂമർ ഫെഡിന് ലഭ്യമാകേണ്ട 28 കോടി രൂപ നഷ്ടപ്പെടുത്തിയതിന് വിജിലൻസിന് അന്വേഷണം കൈമാറി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിന്റെ ശുപാർശ. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.